ഏറ്റവും സന്തോഷത്തോടെ ഷാലോമിൻ്റെ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങളേവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. സങ്കീർത്തന പുസ്തകം 52-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുകയാണ്: കർത്താവിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവ് മരം പോലെയാണ് ഞാൻ. കാരണം ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവ് മരം പോലെയാണ് ഞാൻ. കാരണം ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിക്കൊണ്ട് പറയുക ഹല്ലേലൂയ. ഇസ്രായേലിന്റെ രാജാക്കന്മാരിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ദാവീദ്. ഈ ദാവീദാണ് പറയുന്നത്, ദൈവത്തിന്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒരു ഒലിവ് മരം പോലെയാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹത്തിന്റെ രാത്രിയിൽ ദാവീദിന്റെ കഴിഞ്ഞകാല ജീവിതം പോലെ പരാജയപ്പെട്ട് പാപത്തിന്റെ പടുകുഴിയിലാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിലും കർത്താവിൽ ആശ്രയിക്കുന്ന, കർത്താവിൽ അനുതാപത്തോടെ കർത്താവിൽ ശരണപ്പെടുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മളെയും ഒലിവ് മരം പോലെ അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്ത് ലോകത്തിന്റെ മുമ്പിൽ ഒരു അനുഗ്രഹമാക്കി ഉയർത്തും. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറയാം ഹല്ലേലൂയ. 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 ഈ അനുഗ്രഹത്തിന്റെ രാത്രിയില് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങളും ദൈവപിതാവിന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന്റെ പ്രതീകമായി ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് നല്ല ദൈവത്തെ ഈ രാത്രിയിൽ നിന്ന് വിളിക്കുക. അപ്പൊ ആ പിതാവിനെ വിളിക്കുക. സ്വയം മറന്ന് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ. 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 പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ ശക്തി ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ ദൈവ സാന്നിധ്യമായി വെളിപ്പെടട്ടെ. കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. ഈ ആലയത്തിൽ ഇരിക്കുന്നവരുടെ വെളിപ്പെടട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധമാം ചരിക്കട്ടെ. സകല ഭാരങ്ങൾ മാറിപ്പോകട്ടെ. രോഗത്തെക്കുറിച്ചുള്ള ഭീതികൾ മാറിപ്പോകട്ടെ. മക്കളെ കുറിച്ചുള്ള ആകുലങ്ങൾ വിട്ടുമാറട്ടെ. ക്ഷീണങ്ങൾ വിട്ടുമാറട്ടെ. കടബാധ്യതകളെ അതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ അനുഗ്രഹത്തിന്റെ രാത്രിയിൽ നമ്മൾ ദൈവത്തിന്റെ കൃപകൾ വാങ്ങാൻ വേണ്ടി ആഗ്രഹത്തോടെ തുടർന്നുള്ള സമയങ്ങളിൽ നമ്മൾ ആയിരിക്കാം. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും.
ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനത്തിൽ ചരിക്കും. ആപത്തോ വാളോ എന്തു വന്നാലും യേശുവിനെ എന്നും ഘോഷിക്കും. ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനത്തിൽ ചരിക്കും. ആപത്തോ വാളോ എന്തു വന്നാലും യേശുവിനെ എന്നും ഘോഷിക്കും. ലോകമെന്നെ ക്രൂശിച്ചാലും ലോകത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ലോകമെന്നെ ക്രൂശിച്ചാലും ലോകത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരമെന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരമെന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. സഹനത്തിൻ നടുവിൽ തള്ളപ്പെട്ടെന്നാലും യേശുവൻ കണ്ണീർ തുടയ്ക്കും. തടവറയിൽ ഞാൻ ഞെരുക്കപ്പെട്ടാലും യേശുവിനെ ഞാൻ സ്തുതിക്കും. സഹനത്തിൻ നടുവിൽ തള്ളപ്പെട്ടെന്നാലും യേശുവൻ കണ്ണീർ തുടയ്ക്കും. തടവറയിൽ ഞാൻ ഞെരുക്കപ്പെട്ടാലും യേശുവിനെ ഞാൻ സ്തുതിക്കും. യേശുവിൻ വചനത്തിനാ എന്റെ ജീവിതം പൂർണ്ണമായി നൽകും. യേശുവിൻ വചനത്തിനായി എന്റെ ജീവിതം പൂർണ്ണമായി നൽകും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരിനും എതിരു നിൽക്കും. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരമെന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരമെന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം.
ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആദ്യം ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും